ഹായ് ഗെയ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ താഷ്കന്തിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഐക്കോണിക് പ്ലേസിലേക്കാണ്. അതായത് നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൻ്റെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പലതും നമുക്കറിയാം, പല കൺട്രീസും സെർച്ച് ചെയ്ത് നോക്കുന്ന പോലെ തന്നെ അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്ലേസ്, ബിൽഡിങ്സോ ടവേഴ്സോ കാണും അല്ലേ. ഇപ്പോൾ നമ്മുടെ ചൈനയിലാണെങ്കിലും ചൈനയിൽ ഓരോ സിറ്റിക്ക് ഓരോ ടവറാണല്ലോ. നമ്മളിപ്പോൾ ഗോഞ്ചോയിൽ പോയപ്പോൾ ഗോഞ്ചോയിൽ കാൻറ്റൺ ടവർ കാണിച്ചു, ഷാങ്ഹായിൽ പോയപ്പോൾ ഷാങ്ഹായ് ടവർ കാണിച്ചു. അതുപോലെ തന്നെ പല സ്ഥലത്തും പോയപ്പോൾ അതിൻ്റെതായ ടവറും ബിൽഡിങ്സൊക്കെ നമ്മൾ കണ്ടു. അപ്പം അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ടവർ ഉണ്ട്. അതാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ താഷ്കന്റ് ടവർ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ടെലിവിഷൻ ടവർ. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ടവറാണ്. ഏകദേശം 400 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. അതിന് അത്രയും ഹൈറ്റുള്ള പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത്, അതായത് 1970-ലും 1918 ഒക്കെ ആ കാലഘട്ടം, 80s ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ടവറാണ്. അത് ശരിക്കും ഈ ടവറിനൊരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും താഷ്കന്തിന് കിട്ടേണ്ടതല്ല. അതായത് ശരിക്കും ഇത് പ്ലാൻ ചെയ്തത് ഇറാഖിലെ ബാഗ്ദാദിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഇറാഖിലെ പട്ടാളട്ടിമറിയും മറ്റുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ലാസ്റ്റ് അത് താഷ്കന്തിലേക്കാണ് തീരുമാനമായത്. അതായത് അന്നത്തെ കാലത്ത് ഈ പറയുന്ന സെൻട്രൽ ഏഷ്യൻ കൺട്രികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാലപ്പഴക്കമുള്ള ഒരു ടവറാണ്, അത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ടവറാണ്. ഇന്നും ഉസ്ബെക്കിസ്ഥാനിലെ ഐക്കോണിക് ആയിട്ട്, ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ പോലും ആദ്യം കാണുന്നത് ഈ ടവറിനെ കുറിച്ചൊക്കെ ആയിരിക്കും, അതിൻ്റെ മെയിൻ വീഡിയോസിലും എല്ലാത്തിലും ഫോട്ടോസിലൊക്കെ. അപ്പോൾ നമ്മളിതാ ഫൈനലി ആ ടവറിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, കണ്ടോ, ഉസ് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് എൻട്രൻസ് വരുന്നത്. ഈ ബാക്കിൽ കാണുന്ന തല ഉയർത്തി നിൽക്കുന്ന കണ്ടോ, ഇതാണ് ഇവിടുത്തെ ടവർ. അതായത് ഇതിൻ്റെ ആ ഒരു പോർഷൻ കണ്ടോ, കുറച്ചൊരു സെൻറ്ററിൽ എത്തുമ്പോൾ ഒരു റൗണ്ടിൽ കുറച്ച് വീതിയുള്ളത്, അത് ഇവരുടെ ഒബ്സർവേഷൻ ഡെക്കാണ്. അതായത് ഇവരുടെ കാര്യങ്ങളൊക്കെ, ഗവേഷണങ്ങൾ നടത്തുന്നതിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡെക്കാണ്. അതിനകത്തൂടെ ഈ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. നമ്മളിപ്പം ഇതിൻ്റെ എൻട്രൻസിലെത്തി. ഇവിടെ കണ്ടു, എൻട്രൻസിൽ തന്നെ ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇത് കൊറിയ ആണെന്ന് തോന്നുന്നു. കൊറിയയിൽ ഇതേപോലെ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള വേറെ ടവറുകളാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ചൈനയുണ്ട്, റഷ്യയുണ്ട്, കാനഡയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ടോക്കിയോ, ജപ്പാൻ. ഓക്കെ, ജപ്പാനിലുള്ള ടോക്കിയോ മിനോറസായി യാപ്പോനിയ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കിയോയിലെ ടവറാണ്. ഈ ടവർ ഏകദേശം 1957-58 ആ കാലഘട്ടത്തിലുണ്ടാക്കിയത്. 333 മീറ്ററാണ് അതിന് കാണിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതാണ് കുറച്ച് ഉള്ളതിൽ ചെറുത്. പിന്നെ അതിന് കുറച്ച് വലുത് ടിയാൻജിങ് മിനോറാസി എന്ന് പറഞ്ഞിട്ടുള്ള ഷിത്തോയ്. ഈ ടവർ നമ്മൾ ചൈനയിൽ പോയപ്പോൾ കണ്ടിട്ടില്ല. എന്തായാലും ഇത് 1991 ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ഏകദേശം 415 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെയുള്ള റഷ്യയിലുള്ള ഓസ്താങ്കിനോ മിനോറാസി എന്നുള്ള ഇത് ഏകദേശം 540 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 540, ഏകദേശം 1967 ഉണ്ടാക്കിയത്. ഇത് അടിപൊളി ഉണ്ടല്ലോ. ഇതിനൊക്കെ കണ്ട നിരീക്ഷണ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഓരോ ഡെക്ക് ഉണ്ടാക്കി വെച്ചിട്ട് സംഗതി. പിന്നെ ഇത് ടൊറൻറ്റോ മിനോറാസി എന്നുള്ളത്, ഇത് കാനഡയേതാണ് കേട്ടോ. ഇത് അത്യാവശ്യം 553 മീറ്റർ. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് ടവർ എന്ന് തോന്നുന്നു. ഹയസ്റ്റ് ടവർ എന്ന് വെച്ചാൽ ഇതിനേക്കാളും വലുതായിരിക്കില്ല അപ്പോൾ നമ്മുടെ ഈ സംഗതി. എന്തായാലും ഈ 4 ടവർ ആണ് ഇവിടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾക്കിനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലും വേറെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മിനിയേച്ചർ. അതായത് ഒന്ന് നിങ്ങൾക്കറിയാം, ഈഫിൽ ടവർ അറിയാം, എല്ലാവർക്കും അറിയുന്ന ഈഫിൽ ടവർ നമ്മൾ പാരീസിലുള്ള അത് 324 മീറ്ററാണ് അതിന് വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചൈനയുടെ തന്നെ അടുത്ത ടവർ ടെലികോമാസി, ഇതും വേറെ ഇതുപോലെ ടവറാട്ടോ അതിനുണ്ടാക്കുന്നത്. അത് 405 മീറ്ററാണ് അതിന് വരുന്നത്. ഇത് USA ആണെന്ന് തോന്നുന്നു, അല്ല സോറി മലേഷ്യൻ്റെ ഉണ്ട്. അത് 421 മീറ്റർ, അതിന് വേറൊരു ടവർ. ഇത് ഓരോ സ്ഥലത്തും ഓരോ. ഇത് ചിക്കാഗോ USA. ഇത് ഒരു ബിൽഡിംഗ് ടവറാണ് കത്തത്. അപ്പം ഇതാണ് ഈ ടോളസ്റ്റ് ടവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. എൻട്രൻസ് ഏകദേശം ടൈം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടൈം ആയിട്ടില്ല. നോക്കാം അകത്തേക്ക്. ഓക്കെ, അപ്പോൾ എൻട്രൻസിൽ കയറുമ്പം തന്നെ
ഇതാണ് കാണുന്നത്. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമല്ല, ഞാൻ എന്തായാലും കട്ട് ചെയ്യാൻ വീഡിയോ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അകത്ത് കയറിയ സമയത്ത് ഏകദേശം 50,000 സോമാണ് വരുന്നത് ഇവിടെ എൻട്രൻസിന് അകത്ത് കയറാൻ വേണ്ടിയിട്ട്, അതിനകത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അവിടെ ചെറിയൊരു സീനുണ്ട്. അപ്പോൾ ഇതാണ് താഷ്കന്ത് TV ടവർ. താഷ്കന്തിൽ വരുന്നവർ പരമാവധി ഈ ടവർ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 50,000 സോമാണ്. 50,000 സോം അത്യാവശ്യം കൂടുതലാണ് ചോദിച്ചാൽ ആണെന്ന് പറയാം, അല്ലാന്നും പറയാം. കാരണം 350-400 രൂപയൊക്കെ വരുന്നുള്ളൂ. എന്തായാലും ഈ ഒരു സാധനം കണ്ടോ, അതിൻ്റെ ആ ഒരു ഡെക്കിൽ അവിടത്തേക്ക് വരെ കയറാനൊക്കെ വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് അതിനകത്ത് എൻട്രൻസിന് മാത്രമാണ് ആ ടിക്കറ്റ്. അതിനകത്ത് ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ അതിന് മുകളിലേക്ക് പോകാനൊക്കെ ടിക്കറ്റ് വേണം. എന്തായാലും സംഭവമല്ലേ കാണാൻ. സത്യം പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ സ്വന്തമായിട്ട് ഒരു ഐക്കോണിക്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ടവർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കഥ. ഓക്കെ, നല്ല അതിൻ്റെ ലെഗ് ഉണ്ടോ, മറ്റേ ആ ഒരു 3 ലെഗിൻ്റെ പുറത്താണ് അങ്ങനെ നിൽക്കുന്നത്. നല്ല നൈസാണ്. അതിൽ നിന്നൊരു കേബിൾ കണക്ഷന് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടത്തേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ടവർ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോൾ ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ നിങ്ങൾക്കും ഇത് വീഡിയോ എടുത്ത് കാണിച്ചിരാന്ന് കരുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിവിഷൻ ടവറിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കന്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ പരമാവധി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരിക. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങളെ ഇവിടെ കാണാനൊക്കെ ഉള്ളൂ. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും നമ്മൾ ഈ കാണിച്ച മാജിക് സിറ്റി, സിറ്റി പാർക്ക്, ഈ പറയുന്ന ടവർ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാനുണ്ടാവുള്ളൂ. എന്തുതന്നെയായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു ചെറിയൊരു അറിവാണ്, ചെറിയൊരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.